പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറേയധികം ആളുകൾക്കെങ്കിലും സാധിക്കാറില്ല. എന്നാൽ കാലിലൊരു മുട്ടുവേദന കാരണം ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ? ഇവിടെയാണ് എന്ത് റീസൺ കൊണ്ടാണ് ഈ മുട്ടു മടക്കി ഇരിക്കുന്ന സമയത്തുണ്ടാവുന്ന വേദന എന്നുള്ളത് മനസ്സിലാക്കണം. ഈ റീസൺ അനുസരിച്ചിട്ട് വേണം എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് നീ ഫ്ലെക്ഷൻ അല്ലെങ്കിൽ മുട്ട് മുഴുവനായിട്ട് മടങ്ങുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെനിസ്കസിലേക്ക് നല്ല രീതിയിൽ ലോഡ് കൊടുക്കുന്ന ടൈപ്പ് ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ലിഗമെന്റ്സിലും ആവശ്യത്തിൽ കൂടുതൽ ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെനിസ്കസിൽ ഇഞ്ചുറി ഉണ്ടെങ്കിലും ലിഗമെന്റിൽ ഇഞ്ചുറി ഉണ്ടെങ്കിലും മുട്ടിൽ വേദന വരാം. ഇത് കൂടാതെ മുട്ടിൽ തേയ്മാനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിലോ ശരിയായിട്ടുള്ള മസിൽ പവർ ഇല്ലെങ്കിലോ മുട്ടിൽ ആവശ്യമില്ലാത്ത ടൈറ്റ്നസ് ഉണ്ടെങ്കിലോ ഒക്കെ വേദന വരാം. അപ്പോൾ ശരിയായ രീതിയിൽ ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ചെറിയൊരു പോസ്ചർ കറക്ഷൻസിലൂടെയോ എക്സസൈസ് കറക്ഷൻസിലൂടെയോ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ഇഞ്ചുറി ആയിരിക്കാം അത്. പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കാതെ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ള റെമഡി എന്താണ് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണെന്നുള്ളത് തേടി പോകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ MRI ഒക്കെ കുറച്ച് വൈകിയെടുക്കും. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു സർജിക്കൽ റിപ്പയറും വേണ്ടി വരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഏത് വേണം വേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ രീതിയിലുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളോ MRIയോ എക്സ്റേയോ ഒന്നും തന്നെ ആവശ്യമില്ല. ശരിയായ രീതിയിലുള്ള ക്ലിനിക്കൽ സിംറ്റംസ് മനസ്സിലാക്കിയാൽ ഏരിയ ഓഫ് ദ പെയിൻ, മുട്ടിൻ്റെ ഏത് ഭാഗത്താണ് പെയിൻ എന്ന് മനസ്സിലാക്കിയാൽ, ഏത് ആക്ടിവിറ്റിക്ക് ശേഷമാണ് പെയിൻ കൂടുന്നതെന്ന് മനസ്സിലാക്കിയാൽ, എന്ത് ചെയ്യുമ്പോഴാണ് പെയിൻ കുറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഒക്കെ നമുക്ക് സിംറ്റംസ് വെച്ച് തന്നെ ഏകദേശം ഇതിനൊരു തീരുമാനമാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ട് ഡെപ്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവിടെ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള എക്സ്റേ അനാലിസിസോ അല്ലെങ്കിൽ MRI അനാലിസിസോ ഒക്കെ വേണ്ടി വരാം. അതിനുശേഷം അതുമായിട്ട് കോറിലേറ്റ് ചെയ്യാനുള്ള ക്ലിനിക്കൽ ഫൈൻഡിങ്സും വേണ്ടി വരാം. ഇത്രയും കാര്യങ്ങളും കൂടി കോറിലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇഞ്ചുറി എന്താണെന്നും ആ ഇഞ്ചുറിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നും മനസ്സിലാവും. ഇത് തന്നെയാണ് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.